IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സഹപ്രവർത്തകൻ സുകാന്തിനായി അന്വേഷണം ഊർജിതം. മലപ്പുറം എടപ്പാൾ സ്വദേശിയായ സുകാന്ത് ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മേഘയുടെ ഒരു മാസത്തെ ശമ്പളമടക്കം 3.5 ലക്ഷത്തിലധികം രൂപ സുകാന്ത് തട്ടിയെടുത്തെന്ന് പിതാവ് മധുസൂദനൻ ആരോപിച്ചു. മേഘയുടെ കുടുംബത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. സെൻട്രൽ IBയുടെ ഒരു സ്റ്റാഫിന്റെ വിഷയമായതിനാൽ മേഘയുടെ മരണം സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ഒരു വീഴ്ചയും ഉണ്ടാകില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. പത്തനംതിട്ട അതിരിങ്കൽ കാരിക്കാക്കുടിയിലെ മേഘയുടെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാതാപിതാക്കളെ സന്ദർശിച്ചു. കേസന്വേഷണത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി. അതിനകത്ത് വീഴ്ചയും അതിനകത്ത് വേറെ ഡിഫ്ലക്ഷൻസും ഒന്നും ഉള്ള അവസ്ഥ ഉണ്ടാവില്ല. ഇതൊരു സെൻട്രൽ IBയുടെ സ്റ്റാഫിൻ്റെ ഇഷ്യൂ അല്ല. അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന് മുൻകൈയെടുക്കും. മേഘയുടെ മരണത്തിന് കാരണം രാജസ്ഥാനിൽ മേഘയുടെ ഒപ്പം പരിശീലന ക്ലാസ്സിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശി സുകാന്ത് ആണെന്ന് തങ്ങൾ സംശയിക്കുന്നതായും സുകാന്ത് മകൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നതായും പോലീസിന് സുകാന്തിനെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുക്കാമായിരുന്നുവെന്നും മേഘയുടെ പിതാവ് മധുസൂദനൻ പറഞ്ഞു. ആദ്യമേ കുറേശ്ശെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് അയക്കുന്നു. അതിനുശേഷം ഒരു ഒക്ടോബറിന് ശേഷം ആ സാലറി എത്രയാണോ കയറുന്നത് അത് അവൻ്റെ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ പോകുന്നു. ഈ ഫെബ്രുവരി 28 കിട്ടിയത് വരെ പോയിട്ടുണ്ട്. 3.5 ലക്ഷത്തോളം കൊടുത്തു. അതേ എമൗണ്ട് അപ്പം തന്നെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുമ്പോൾ കടുത്ത ഭീഷണി ഉണ്ടാവുമല്ലോ. സുകാന്ത് ഇത് IBയുടെ കസ്റ്റഡിയിലായിരുന്നു. അപ്പോൾ 3-4 ദിവസം അവരുടെ കസ്റ്റഡിയിൽ തന്നെ നിർത്തിയിരുന്നു. എന്നിട്ടാണ് വിട്ടയച്ചത്. അവനെതിരെയുള്ള തെളിവുകൾ അതിലുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതുപോലെ IB അവനെതിരെ ഡിപ്പാർട്ട്മെന്റൽ നടപടിയും സ്വീകരിക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. മേഘയുടെ ശമ്പളത്തുക മുഴുവൻ സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടിരുന്നതായി മേഘയുടെ ബാങ്ക് അക്കൗണ്ട് രേഖകളിൽ നിന്നും വ്യക്തമായിരുന്നു. നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും പരാതി നൽകും. റിപ്പോർട്ടർ, പത്തനംതിട്ട.